ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏത്? ഓപ്ഷൻ എ അഹമ്മദാബാദ് മിൽ സമരം, ബി ഗേദ സത്യാഗ്രഹം, സി ചമ്പാരൻ സത്യാഗ്രഹം, ഡി റൗലറ്റ് ആക്ട്. ആൻസർ ഓപ്ഷൻ എ അഹമ്മദാബാദ് മിൽ സമരം. രണ്ടാമത്തെ ചോദ്യം, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഏതു വർഷം? ഓപ്ഷൻസ് എ 1922, ബി 1919, സി 1923, ഡി 1920. ആൻസർ ഓപ്ഷൻ എ 1922. മൂന്നാമത്തെ ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി? ഓപ്ഷൻ എ 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി, ബി 1928 നെഹ്റു റിപ്പോർട്ട്, സി 1922 ചൗരി ചൗര സംഭവം, ഡി 1929 പൂർണ്ണ സ്വരാജ്. ആൻസർ ഓപ്ഷൻ എ 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. നാലാമത്തെ ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഓപ്ഷൻ എ 1, ബി 2, സി 3, ഡി ഒന്നിലും പങ്കെടുത്തില്ല. ആൻസർ ഓപ്ഷൻ ബി ആണ് 2. അഞ്ചാമത്തെ ചോദ്യം, 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻസ് എ ചമ്പാരൻ സത്യാഗ്രഹം, ബി ഗേദ സത്യാഗ്രഹം, സി ബർദോളി സത്യാഗ്രഹം, ഡി അഹമ്മദാബാദ് മിൽ സമരം. ആൻസർ ഡി ആണ് അഹമ്മദാബാദ് മിൽ സമരം. ആറാമത്തെ ചോദ്യം, നിസ്സഹകരണ സമരം എത്ര തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു? ഓപ്ഷൻസ് എ 3, ബി 5, സി 2, ഡി 6. ആൻസർ ഓപ്ഷൻ സി ആണ് 2. ഏഴാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും നടന്ന വർഷം? ഓപ്ഷൻ എ 1921, ഓപ്ഷൻ ബി 1922, ഓപ്ഷൻ സി 1923, ഡി 1920. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1920. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ എ 1901 കൽക്കത്ത സമ്മേളനം, ബി 1929 ലാഹോർ സമ്മേളനം, സി 1924 ബെൽഗാം സമ്മേളനം, ഡി 1911 കൽക്കട്ട സമ്മേളനം. ആൻസർ ഓപ്ഷൻ സി ആണ് 1924 ബെൽഗാം സമ്മേളനം. ഒമ്പതാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ ജോൺ ലോറൻസ്, ബി വി ഡി സവർക്കർ, സി ആർ ഡി മജുംദാർ, ഡി എസ് ബി ചൗധരി. ആൻസർ ഓപ്ഷൻ എ ആണ് ജോൺ ലോറൻസ്. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഓപ്ഷൻ എ മുതലാളിത്തം, ബി സോഷ്യലിസം, സി മിശ്ര സമ്പദ് വ്യവസ്ഥ, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.